നമ്മുടെ മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ടായിരുന്ന മാമുക്കോയുടെ മകൻ നിസാർ മാമുക്കോയെ പലർക്കും അറിയാമെന്ന് കരുതുന്നു. അദ്ദേഹം ഫേസ്ബുക്കിലെല്ലാം ഇട്ട ഒരു പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പുതുതായി പുറത്തിറങ്ങിയ ഒരുമ്പെട്ടവൻ എന്ന സിനിമയുടെ ഭാഗമായിട്ട് ആ ഒരു സിനിമ കാണുന്നതിന് വേണ്ടി സിനിമാ നടൻ ജാഫർ ഇടുക്കുകയും അതേപോലെ തന്നെ നിസാർ മാമുക്കോയും തമ്മിൽ ഒരുമിച്ച് ഒരു തിയേറ്ററിൽ എത്തുകയും അവർ പരസ്പരം കാണുകയും സന്തോഷിക്കുകയും ചെയ്തപ്പോൾ അതിന്റെ പേരിൽ ഒരു ആഹ്ലാദ പ്രകടനം എന്ന നിലയിൽ ഒരു ചുംബനം നടത്തിയതാണ്. പക്ഷേ അങ്ങനെ അവർ പരസ്പരം ചുംബനം നടത്തിയത് അത് മാറിപ്പോയോ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. കവിളിൽ ചുംബിക്കുന്നതിന് പകരം അത് ലിപ് ലോക്ക് രംഗമായി മാറി എന്നാണ് പലരും അവകാശപ്പെടുന്നത്. കാര്യം എന്തൊക്കെ തന്നെയായാലും പരസ്പരം ചുംബിക്കുന്ന സമയത്ത് മാറിപ്പോയതാണോ അതല്ല മനഃപൂർവ്വം തന്നെ നിസാർ മാമുക്ക ഈ ഒരു പിക്ക് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചതാണോ എന്നും പലരും അവകാശപ്പെടുന്നു. പക്ഷേ അങ്ങനെ പലരും അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് നിസാർ മാമുക്കയുടെ പോസ്റ്റ് കണ്ടാൽ അത് ആ സംശയമെല്ലാം നമുക്ക് തീരുന്നതാണ്. കാരണം അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് വഴിയെല്ലാം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരുമ്പെട്ടവൻ എന്ന സിനിമ കണ്ടു, ഒരുപാട് ഇഷ്ടമായി, അതുപോലെ തന്നെ അതിന്റെ പേരിൽ തന്നെ ജാഫർ കാക്ക് ഒരു ചുണ്ടത്തൊരു ഉമ്മ നൽകി എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത്. പക്ഷേ പ്രധാന വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നിസാർ മാമുക്കയുടെ പോസ്റ്റുകൾ കണ്ടവർക്ക് അറിയാം അതിന്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ പൊതുവെ വരാറില്ല. പക്ഷേ ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഒരുപാട് കമന്റുകളാണ്. പ്രത്യേകിച്ച് കോഴിക്കോടാണല്ലേ വീട്, അങ്ങനെ ചുണ്ടത്ത് ഉമ്മ വെച്ചത് കൊണ്ട് തന്നെ കോഴിക്കോടാണല്ലോ വീട്, കുണ്ടൻ എന്ന രീതിയിലാണ് പലരും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രം കഴിഞ്ഞിട്ടില്ല, ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും ഉണ്ട്. ആ ഒരു പോസ്റ്റിന് താഴെ തന്നെ വന്ന ഒരു കമന്റ് ആണ് താങ്കൾ വാപ്പയെ പറയിപ്പിക്കരുത് പ്ലീസ് എന്നാണ്. കാരണം ഇങ്ങനെയുള്ള ചുംബന രംഗങ്ങളൊന്നും ഇതുവഴി പോസ്റ്റ് ചെയ്തിട്ട് നാട്ടുകാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത്, താൻ കുണ്ടനാണെന്നും മറ്റേതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പറയുന്ന ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകളാണ് ആ ഒരു പോസ്റ്റിന് താഴെ വന്നിരിക്കുന്നത്. പക്ഷേ സത്യാവസ്ഥ അദ്ദേഹത്തിനും അത് മനസ്സിലാക്കിയവർക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ളതാണ്.